നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കുവൈറ്റ് തീപിടുത്തത്തിൽ മരണപ്പെട്ട തൃശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. മലയാളികളല്ല, ഭാരതത്തിന്റെ മക്കളാണ് അവരെന്നും അദ്ദേഹം പറഞ്ഞു. പവറാട്ടിയിലെ ഫുട്വെയർ സ്ഥാപനത്തിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് വീടുപണി പൂർത്തിയാക്കാനുള്ള സ്വപ്നവുമായാണ് ബിനോയ് തോമസ് വിദേശത്തേക്ക് പോയത്. കുവൈറ്റിൽ എത്തിയിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് അഗ്നി ജീവനെടുത്തത്. PMAY പദ്ധതിയിൽ ആരംഭിച്ച വീടിന്റെ പണിയാണ് പാതി വഴിയിൽ നിലച്ചിരിക്കുന്നത്. NBTC കമ്പനിയുടെ ഹൈവേ സെന്റർ എന്ന സ്ഥാപനത്തിൽ സെയിൽസ്മാൻ ആയിട്ടാണ് ഈ മാസം 5-ന് കുവൈറ്റിലെത്തിയത്. ബുധനാഴ്ച പുലർച്ചെ 2:30 വരെ ബിനോയ് ഭാര്യ ജിനിതയുമായി സംസാരിച്ചിരുന്നു. തീപിടുത്തമുണ്ടായ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ബിനോയിയെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ഇന്നലെയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. ഭാര്യ ജിനിതയ്ക്കും മക്കളായ ആദി, ഇയാൻ എന്നിവർക്കുമൊപ്പം ചാവക്കാട് താമസിക്കുന്ന ബിനോയ് തിരുവല്ല സ്വദേശിയാണ്. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെ പിടിച്ചു നിർത്തിയ പ്രവാസി സമൂഹത്തിനേറ്റ ആഘാതമാണ് കുവൈറ്റിലെ ദുരന്തം. വളരെ ഖേദകരമായ സംഭവമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനവും രാജ്യവും എന്നും പ്രവാസി സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്തത്തിൽ പൊലിഞ്ഞ ഓരോരുത്തരുടെയും കുടുംബത്തിനും വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞു. അപകട വാർത്ത അറിഞ്ഞതു മുതൽ തന്നെ കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചു. മരിച്ചവരിൽ കൂടുതൽ പേരും ഇന്ത്യക്കാരാണ് എന്ന് സ്ഥിരീകരിച്ചതോടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായം എത്തിക്കാൻ മലയാളികളും ഭാരതവും തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാൻ പ്രതിനിധികളുണ്ട്. ഭേദമാകുന്ന മുറയ്ക്ക് അവരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കും. അത് കാരുണ്യ പ്രവൃത്തിയല്ല, മറിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കടമയാണ് എന്നും സുരേഷ് ഗോപി പറഞ്ഞു.